വേശ്യകളുടെയും തെരുവിലെയും അതുപോലെ തന്നെ ചേരികളിലുമൊക്കെ പോകുമ്പോൾ ഞാനൊരു പ്രത്യേക ജീവിതശൈലി രൂപീകരിച്ചെടുത്തു. ഞാനെപ്പോഴും പോകുന്നത് ലോഹയിട്ടുകൊണ്ടാണ്. കാവി ലോഹ കാണുമ്പോൾ ആളുകൾക്ക് ഒരു പ്രത്യേക ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ചിലർക്ക് പുച്ഛമായിരിക്കാം, ചിലർക്ക് സ്നേഹമായിരിക്കാം, ചിലർക്കൊരാദരവായിരിക്കാം. എങ്ങനെയായാലും ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു നല്ല മാർഗമായിട്ടാണ് ഞാൻ ലോഹയിൽ പോകുക. അതുപോലെ തന്നെ ഞാൻ വീടുകളിൽ ഒരിക്കലും കയറിയിരിക്കാറില്ല. പ്രത്യേകിച്ച് വേശ്യകളുടെ വീട്ടിൽ ഒരിക്കലും ഞാൻ പോയിരിക്കാറില്ല. അധികം സംസാരിക്കാറുമില്ല. ഏതാനും കാര്യങ്ങൾ കൂടി വന്നാൽ 1-2 മിനിറ്റ് കാര്യങ്ങൾ സംസാരിച്ച ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരു വീട്ടിൽ മാത്രമായിട്ട് ഞാൻ പോയിരിക്കാറില്ല. ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ സംസാരിക്കാറുമില്ല. അപ്പോൾ ഇങ്ങനെയൊരു ജീവിതശൈലി സ്വീകരിച്ചത് എനിക്ക് വളരെ ഉപകാരപ്രദമാണ് എന്നെനിക്ക് മനസ്സിലായി. മാത്രവുമല്ല, ഞാൻ ഒരിക്കലും ഒരു ആഡംബര ജീവിതത്തിലേക്ക് പോയിട്ടില്ല. ഒരു ഹോട്ടലിൽ കയറുകയോ സിനിമ കാണാൻ പോവുകയോ അല്ലെങ്കിൽ മുതലാളികളുടെ വീട്ടിൽ പോയിരുന്ന് മദ്യം കഴിക്കുകയോ ഇങ്ങനെയുള്ള ഒരു ശൈലി ഒരിക്കലും പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. മദ്യപാനം മാത്രമല്ല, പുകവലിയോ ഇങ്ങേയറ്റം കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ പോലും കഴിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. എല്ലാ ദിവസവും രാവിലെ തന്നെ പ്രാർത്ഥിച്ച ശേഷമേ എൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് ഞാൻ കടക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പും ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിച്ച ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയൊരു ജീവിതശൈലി സ്വീകരിക്കുമ്പോൾ ആദ്യം ചിലപ്പോൾ നമ്മെ സംശയിക്കും, പിന്നീട് നമ്മെ അവർ സ്വീകരിക്കും. ഞാൻ മദ്യഷാപ്പിലും പോകാറുണ്ട്, ബിവറേജിലും പോകാറുണ്ട്, കള്ള് ഷാപ്പിലും ബാറിലും ഒക്കെ കയറാറുണ്ട്. ഞാൻ ആരെയും ഉപദേശിക്കാറില്ല. പ്രത്യേക അവർക്കൊരു നല്ല മാതൃക, അവരോട് സ്നേഹം കാണിക്കുക. എൻ്റെ കയ്യിലൊരു കൊച്ചു നോട്ടീസ് എപ്പോഴും ഉണ്ടാവും, ഫോൺ കൗൺസിലിംഗ് എന്ന് പറയുന്ന സൗജന്യ ഫോൺ കൗൺസിലിംഗ്. അത് ഞാൻ എല്ലാവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ കൊടുക്കും. ഇങ്ങനെയൊരു ജീവിതശൈലി എൻ്റെ ജീവിത വിജയത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ കാരുണ്യം, രണ്ടാമത് പിന്നെ ലളിതമായ ജീവിതശൈലി, ഒരു കൃത്യനിഷ്ഠ, ഇവയെല്ലാം എൻ്റെ ജീവിതത്തിൽ സഹായമായിട്ടുണ്ട്. ഈ വേശ്യ കോളനിയിലും വിജയിക്കാനായിട്ടുണ്ടായ പ്രത്യേക കാരണം ഇതാണ് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. 32 വേശ്യകളെയും ഒരു വർഷത്തെ പരിശ്രമമായി 35 വേശ്യകൾ ഒരു വർഷത്തെ പരിശ്രമപരമായിട്ട് അവരെ പൂർണ്ണമായും അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ കർത്താവ് എനിക്ക് അനുഗ്രഹം നൽകി. കർത്താവിൻ്റെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.